പരമോന്നത നേതാവിനെ വധിച്ചിട്ടും ഒരു തലമുറ മാറ്റം അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം സാധ്യമാകാത്ത അമേരിക്ക ഇറാനെ തകർക്കാനുള്ള സകല വഴികളും അത് ആക്രമണത്തിലൂടെ തകർക്കാനുള്ള സകല വഴികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാന്റെ സാമ്പത്തിക രംഗത്തെ തകർത്തുകൊണ്ട് ഉള്ള ആക്രമണങ്ങൾക്ക് വരെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ്. ഇറാന്റെ 90% എണ്ണ കയറ്റുമതി നടക്കുന്ന കാർഗ് ദ്വീപിൽ ബോംബിട്ടതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ സുവർണ കിരീടമായ ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്നും ട്രംപ് അവകാശപ്പെട്ടു. അടുത്ത ഘട്ടത്തിൽ എണ്ണ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ഇറാനുമേൽ അമേരിക്കയും ഇസ്രായേലും കൂടുതൽ ആക്രമണം തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം കാർഗ് ദ്വീപിൽ US ബോംബാക്രമണം നടത്തി. യുദ്ധത്തിന്റെ 14ാം ദിനത്തിലും ഇറാന്റെ തിരിച്ചടി തുടരുകയാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ ആക്രമണത്തിൽ നേരിയ കുറവ് വന്നിട്ടുണ്ട്. MC നാസർ വിവരങ്ങൾ നൽകും. നാസർ, വലിയ തരത്തിലുള്ള ആക്രമണം US ഇറാനുമേൽ നടത്തുന്നു. പ്രത്യേകിച്ച് എണ്ണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിച്ചുകൊണ്ടൊരു സാമ്പത്തിക സംവിധാനം, ഇറാന്റെ സാമ്പത്തിക സംവിധാനം തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കൂടിയാണ്. അപ്പോൾ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ആക്രമണത്തിലേക്കും അമേരിക്ക കടന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ഏറ്റവും അടിസ്ഥാന കേന്ദ്രം എന്നത് ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഈ കടലിടുക്കുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്കുള്ള സഞ്ചാരം പൂർണ്ണമായി തന്നെ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സഖ്യകക്ഷികളുടെയും യാതൊരു എണ്ണക്കപ്പലുകൾക്കും ഈ മാർഗത്തിലൂടെ പോകാൻ അനുവദിക്കുകയില്ല എന്ന തീരുമാനത്തിലാണ് ഇറാൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ സഖ്യ കക്ഷികൾക്കും വലിയൊരു തിരിച്ചടിയാണ്. അതിനെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇറാന്റെ ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റുമതി ചെയ്യുന്ന കാർഗ് ദ്വീപിന് നേരെ വെളുപ്പിന് വ്യാപകമായിട്ടുള്ള ആക്രമണം നടന്നത്. ബിഗ്-2 ബോംബർ വിമാനങ്ങൾ വരെ ഉപയോഗപ്പെടുത്തിയാണ് ആക്രമണം നടന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഔദ്യോഗികമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് ഈ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇനി ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുകയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. ജിൽസി സൂചിപ്പിച്ചതുപോലെ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി അടിസ്ഥാന സൗകര്യങ്ങളിലേക്കും ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കും കൂടി ആക്രമണം വ്യാപിക്കുമ്പോൾ തീർച്ചയായിട്ടും സമാനമായിട്ടുള്ള തിരിച്ചടി അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നേരത്തെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും ഇറാൻ സൈനിക നേതൃത്വം ആവർത്തിക്കുന്നുമുണ്ട്. എന്തായാലും പുതുതായിട്ട് USS ട്രിപ്പോളി എന്ന മറ്റൊരു പടക്കപ്പൽ കൂടി ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് വില കൊടുത്തും ഹോർമുസ് കടലിടുക്കിലൂടെ തങ്ങളുടെ യുദ്ധ കപ്പലുകളുടെ അകമ്പടിയിൽ മറ്റ് കപ്പലുകളെ കടത്തിവിടുക എന്നൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് അമേരിക്ക നിലയുറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു നിരക്കും അനുവദിക്കുകയില്ല എന്ന തീർപ്പിൽ ഇറാനും എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ലെബനാനിലേക്ക് കൂടി സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണ്. ആ പ്രദേശത്തേക്ക് ഇസ്രായേലിന്റെ കടന്നുകയറ്റം വളരെ വിപുലമായ തോതിൽ തന്നെ തുടരുന്നുണ്ട്. അതേസമയം ലെബനാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണം ഇസ്രായേലിൽ വലിയ നാശം വിധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ക്ലസ്റ്റർ ബോംബുകൾ പതിച്ച നിരവധി മിസൈലുകൾ ഇറാനും ഇസ്രായേലിനും നേർക്ക് തൊടുത്തുവിട്ടതായിട്ട് റിപ്പോർട്ടുണ്ട്. പക്ഷേ ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം പിന്നിട്ട ഒരു 14 മണിക്കൂറായിട്ട് വലിയ കാര്യമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. സൗദി അറേബ്യയിലെ US സൈനിക കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ, ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുവെന്നാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നൊന്നും ആളപായം സംബന്ധിച്ചോ പരിക്കേൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതേസമയം ഇന്നലെ ഒമാനിലെ സോഹറിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായിട്ട് വൈകിട്ട് സ്ഥിരീകരിച്ചിരുന്നു. നാസർ, അതിനൊപ്പം തന്നെ നമുക്കറിയാം ഈ ഇറാന്റെ ഒരു പ്രത്യാക്രമണം അത് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് അവകാശപ്പെടുന്നത് പോലെ തന്നെ ഇറാന്റെ ഒരു സൈനിക ശേഷി തകർക്കാൻ പലപ്പോഴായി കഴിഞ്ഞു എന്നുള്ള അവകാശവാദമാണ്. പക്ഷെ അതിനുശേഷം പൂർവാധികം ശക്തിയോടെ ഇറാൻ ആക്രമണങ്ങൾ കടുപ്പിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾക്ക് ശക്തി കുറഞ്ഞിട്ടുണ്ടോ? ജിൽസി, ആക്രമണവും പ്രത്യാക്രമണവും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. മുന്നറിയിപ്പ് ഭീഷണികളും രണ്ടു കൂട്ടരും അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനും തുടരുന്നുണ്ട്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ നിലവിലുള്ള ഈ ആക്രമണം തുടരുകയാണെങ്കിൽ ശക്തമായിട്ട് തന്നെ തങ്ങൾ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാനും നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഈ ഒരു സ്വഭാവത്തിലുള്ള സൈനിക ശേഷി പരമാവധി തങ്ങൾ തകർത്തിരിക്കുന്നു. ഇനി അവശേഷിച്ച സൈനിക സംവിധാനങ്ങൾ, നാവിക സംവിധാനങ്ങൾ ഇതൊക്കെ തകർക്കുന്നതിലാണ് തങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് US സെൻട്രൽ
കമാൻഡ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാഖിലും ഒരു പുതിയ യുദ്ധമുഖം തുറന്നുകൊണ്ട് അവിടെയും നിരവധി ആക്രമണങ്ങൾ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ, സൈനിക കേന്ദ്രങ്ങൾക്ക്, എംബസികൾക്ക് നേരെയൊക്കെ ഇന്നലെ ഈ മെനിയാന്നുമായിട്ട് നടന്നിരുന്നു. അവിടെയും ആക്രമണം തുടരുന്നുണ്ട്. കാരണം അവിടെയാണ് അമേരിക്കയുടെ ഒരു ഇന്ധനം നിറയ്ക്കുന്ന വിമാനം കഴിഞ്ഞ ദിവസം തകർന്നു വീഴുന്നതിലൂടെ 6 വൈമാനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ആക്രമണത്തിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു കുറവ് വരാനുള്ള സാധ്യത നിലവിൽ വളരെ കുറഞ്ഞിരിക്കുകയാണ് ജിൽസി. ശരി, വിവരങ്ങൾ നൽകിയത്. പ്രത്യാക്രമണങ്ങളൊക്കെ പൂർവാധികം ശക്തിയോടെ തന്നെ തുടരുകയാണ് മേഖലയിൽ എന്നുള്ള വിവരങ്ങൾ കൂടിയാണ്. അമേരിക്ക കൂടുതൽ എണ്ണ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും തകർക്കാനുള്ള ശ്രമത്തിലേക്കുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്നു.